സംസ്ഥാനത്ത് പകർച്ചവ്യാധി പിടിപെടുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ മാത്രം 7 പേർ പനി ബാധിച്ച് മരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിപ രോഗബാധ സ്ഥിരീകരിച്ച രോഗിയുടെ നില അതീവ ഗുരുതരമാണ്. മാത്രവുമല്ല വെന്റിലേറ്ററിൽ തുടരുകയും ചെയ്യുന്നു. നേരത്തെ ആരോഗ്യ വിദഗ്ധരടക്കം പറഞ്ഞല്ലോ, ഇത് പനിക്കാലമാണ്, ആളുകൾ ആശുപത്രി കിടക്കയിലേക്ക് പോകുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഡെങ്കിപ്പനി അടക്കം എലിപ്പനി അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ജാഗരൂകരായി, അത് സർക്കാരോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളോ മാത്രം വിചാരിച്ചാൽ പോരാ, അത് നാം ഓരോരുത്തരും വിചാരിച്ചെങ്കിൽ മാത്രമേ ഈ പനിയെ, ഈ രോഗബാധയെ പിടിച്ചുകെട്ടാൻ ഈ മഴക്കാലത്ത് കഴിയൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മോടൊപ്പം മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ തത്സമയം ചേരുകയാണ്. സ്വാഗതം ശ്രീമതി വീണ ജോർജ്, ഈ സമയം ബിഗ് ടിവിക്ക് ഒപ്പം ചേരുന്നതിന്. ഈ പനിക്കാലത്തെ, ഈ കഴിഞ്ഞ 5 വർഷത്തെ ആരോഗ്യമന്ത്രി എന്ന അനുഭവം വെച്ചുകൊണ്ട് ഈ പനിക്കാലത്തെ എങ്ങനെയാണ് കാണുന്നത്? പറഞ്ഞതുപോലെ മഴക്കാലമാണ്, ഇതൊരു പനിക്കാലമാണ്. ധാരാളമായി ആളുകൾ പനി ബാധിതരാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു നിപ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായിട്ടുള്ള പ്രയോറിറ്റി ഈ പകർച്ചവ്യാധികളെ ചെറുക്കുക എന്നുള്ളത് തന്നെയാണ്. പകർച്ചവ്യാധികൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം ഒരുക്കുക എന്നുള്ളതാണ്. അതിൽ മരണനിരക്ക് പരമാവധി കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും വളരെ അടിയന്തരമായിട്ട് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിപ രോഗബാധിതനായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിപ രോഗപ്രതിരോധത്തിൽ നമ്മുടെ അടിയന്തര പ്രാധാന്യം, ഒന്ന്, ഏറ്റവും മികച്ച ചികിത്സ നൽകി ആ വ്യക്തിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ്. അതിന് സാധ്യമായിട്ടുള്ളതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം നിലവിലുള്ള ആൻറ്റിവൈറൽ ഡ്രഗ്സ് നൽകുന്നതിനൊപ്പം അതിനൊക്കെ നമ്മളൊരു പ്രോട്ടോകോൾ രൂപീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2023 2018 ശേഷം നമുക്കൊരു ഔട്ട് ബ്രേക്ക്, ഒന്നിലധികം പേർക്ക് ഒരേ സമയം നിപ കണ്ടെത്തിയ ഒരു സാഹചര്യം 2023 രണ്ടാമതുണ്ടായത്. അപ്പോൾ കോവിഡിന് ശേഷം വന്ന ആ നിപ ഔട്ട് ബ്രേക്കിൽ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സാ പ്രോട്ടോകോൾ രൂപീകരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ രോഗബാധിതനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൻറ്റിവൈറൽ ഡ്രഗ്സ് ഉൾപ്പെടെ സാധ്യമായിട്ടുള്ള മരുന്നുകൾ നൽകുക, അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിൻ്റെ കമ്മിറ്റി തീരുമാനിക്കുന്നതനുസരിച്ച് മോണോക്ലോണൽ ആൻറ്റിബോഡി നൽകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ലോകത്തിൽ സാധ്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളിൽ നമ്മുടെ അനുഭവത്തിൽ നിന്നും ശാസ്ത്രീയ അടിത്തറയിൽ നിന്നുമാണ് നമ്മളത് രൂപീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം പ്രധാനപ്പെട്ടതാണ് ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത സമ്പർക്കം. അത് തന്നെ ഇപ്പോൾ കോൺടാക്ട് ലിസ്റ്റ് തന്നെ പലതായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. അതിലൊന്ന് ഹൈ റിസ്ക് കാറ്റഗറി എന്നുള്ളതാണ്. ഏറ്റവും അടുത്ത സമ്പർക്കം ഉണ്ടായിട്ടുള്ളവരെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടും. പിന്നീട് ലോ റിസ്ക് കാറ്റഗറി എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ പാലിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവർ നടത്തേണ്ട പരിശോധനകൾ, അവരെ ഒബ്സർവേഷനിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പാലിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. അപ്പോൾ കോൺടാക്ട് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാളും വിട്ടുപോകാതെ അതിന് റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ വ്യക്തി പൊതുവിടങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഇടങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അവിടെ ആളുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്ന നിലയിലാണ് നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് കൃത്യമായിട്ട് തയ്യാറാക്കുകയും കോൺടാക്ട് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏതാണ്ട് 18-20ഓളം കമ്മിറ്റികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രൂപീകരിക്കും. രൂപീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക. അപ്പോൾ തീർച്ചയായിട്ടും 2 കാര്യങ്ങൾ: ഒന്ന്, ഏറ്റവും മികച്ച ചികിത്സ നൽകുക രോഗബാധിതനായ വ്യക്തിക്ക്; 2, രോഗം വ്യാപിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും രോഗപ്രതിരോധം അത് നടത്തുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിപ്പയുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവിൽ നമുക്കറിയാം, ഉയർന്ന മോർട്ടാലിറ്റി, മരണനിരക്കുള്ള ഒരു രോഗമാണ് നിപ്പ, പകർച്ചവ്യാധിയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശക്തമായ ഇടപെടലിലൂടെ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണയും അതങ്ങനെ തന്നെ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമുക്കത് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു സംശയമാണ്, അതായത് ആരോഗ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ ഇതേക്കുറിച്ച് പരിശോധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. കാരണം ഈ 2018 ശേഷം നമുക്കറിയാം, കോഴിക്കോട് മേഖലയിൽ മാത്രമായി നേരത്തെ വടക്കൻ പറവൂരിൽ ഒരു കേസ് ഈ നിപ രോഗബാധ കണ്ടിരുന്നു. ആ മേഖലയിൽ ഈ നിപ രോഗബാധ ഈ മഴക്കാലത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ വരുന്നതിന്റെ കാരണം എന്ത് എന്ന് നാം ഏതെങ്കിലും വിധത്തിലുള്ള പരിശോധന ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുണ്ടോ? മാത്രമല്ല, ഈ കാലാവസ്ഥയുമായി ഇതിന് ഏതെങ്കിലും വിധത്തിലുള്ള ഈ രോഗവ്യാപനത്തിൽ ബന്ധമുണ്ടോ? കാരണം ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണല്ലോ ഇത് പലപ്പോഴും കണ്ടുവരുന്നത്. ഈ 2 കാര്യങ്ങളിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള പരിശോധനയോ നിരീക്ഷണമോ പഠനമോ നടത്തിയിട്ടുണ്ടായിരുന്നോ?
തീർച്ചയായിട്ടും ഉണ്ട്. ആരോഗ്യ വകുപ്പും സംസ്ഥാന സർക്കാരും കഴിഞ്ഞ 5 വർഷക്കാലത്തെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മളും ICMR-ഉം ചേർന്നിട്ട് ഇതിന്റെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഇതൊരു തുടർ പഠന പ്രവർത്തനം ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഇപ്പോൾ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തു, എറണാകുളം ജില്ലയിൽ പറഞ്ഞതുപോലെ എറണാകുളം ജില്ലയിൽ കേസ് കണ്ടെത്തിയിരുന്നു, മലപ്പുറം ജില്ലയിൽ കേസ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിനുള്ള സാധ്യതയുണ്ട്. കാരണം വവ്വാലുകളാണ് നിപ്പ വൈറസിന്റെ സ്രോതസ്, സോഴ്സ്, നാച്ചുറൽ റിസർവോയർ എന്ന് പറയുന്നത് വവ്വാലുകളാണ്. അതും പഴംതീനി വവ്വാലുകളാണ് നിപ്പ വൈറസിന്റെ സോഴ്സ്. അപ്പോൾ അടുത്തൊരു ചോദ്യം ഉണ്ടായേക്കാം, അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ശാസ്ത്രീയമായി നമ്മൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്, ഒന്ന്, ആ പ്രദേശത്തെ എവിടെയൊക്കെ കേസുകൾ ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുൻപ് ആ പ്രദേശത്തെ വവ്വാലുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ, സെർവം ഉൾപ്പെടെ ഉള്ളവ, ആ വവ്വാലുകളുടെ സാമ്പിളുകളിൽ വൈറസ് കണ്ടെത്തിയിരുന്നു. ആ വൈറസിന്റെ വേരിയന്റ് ഏതാണ്, ആ നിപ്പ വൈറസിന്റെ വേരിയന്റ് ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിരുന്നു. ആ വേരിയന്റും രോഗബാധിതരായിട്ടുള്ള മനുഷ്യരുടെ ശരീരത്തിൽ കണ്ടെത്തിയ നിപ്പ വൈറസിന്റെ വേരിയന്റും ഒന്നാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ICMR അതിൻ്റെ ലാബ് പരിശോധനകൾ നടത്തി അതിൻ്റെ പേപ്പറുകളും അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ ലോകത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മലേഷ്യയിൽ, ബംഗ്ലാദേശിൽ, ഓസ്ട്രേലിയയിൽ, ഇപ്പോൾ ഈ മോണോക്ലോണൽ ആൻറ്റിബോഡി ഓസ്ട്രേലിയയിൽ നിന്ന് അവരുടെ തദ്ദേശീയമായിട്ടുള്ള അവർ കണ്ടെത്തിയ വൈറസിൽ നിന്ന് അതിൽ നിന്ന് അതിൻ്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ ഉൽപ്പാദിപ്പിച്ചതാണ് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡി. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള തദ്ദേശീയമായിട്ടുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തും. അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലാണ് ICMR ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തോന്നയ്ക്കലിലുള്ള നമ്മുടെ IAVയും മോണോക്ലോണൽ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ നല്ലൊരു ഘട്ടം അവർ മുന്നോട്ട് പോയി കഴിഞ്ഞു. ICMR ഞാൻ കഴിഞ്ഞ തവണ അവിടെ സന്ദർശിച്ചപ്പോൾ അവരതിൻ്റെ ക്ലിനിക്കൽ ട്രയൽ നടത്തുകയാണ്. ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ, ഇത് എവിടെ വേണമെങ്കിലും ഉണ്ടാകാം. പിന്നെ എന്തുകൊണ്ട് എന്നുള്ളത് ചോദിക്കുമ്പോൾ, ഈ ഒരു കാലത്തിന്റെ കാര്യം അത് വളരെ പ്രത്യേകതയുള്ളതാണ്. അതായത് വവ്വാലുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രജനന കാലഘട്ടത്തിൽ വവ്വാലുകളിൽ ഈ വൈറസിന്റെ സാന്നിധ്യം കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം, വവ്വാലുകൾ ഉള്ള ഇടങ്ങളിൽ നിന്ന് അവയെ ഇങ്ങനെ ശബ്ദം കുട്ടി ഓടിക്കരുത്, തീയിട്ട് ഓടിക്കരുത്. കാരണം പ്രൊവോക്ഡ് ആകുമ്പോൾ അവർ വൈറസിനെ ഇജക്റ്റ് ചെയ്യുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെ നമ്മളുടെ പ്രതിരോധങ്ങളുടെ ഭാഗമായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. പ്രത്യേകിച്ച് ബാറ്റ്സിന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ICMR-ന് പ്രത്യേക വിങ്ങുണ്ട്. അവരുടെ വിദഗ്ധർ ഇവിടെ വന്നിരുന്നു. അവർ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പലയിടത്തു നിന്നും സാമ്പിൾ എടുത്ത് പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോടും മലപ്പുറത്തും മാത്രമല്ല, വയനാട് ജില്ലയിൽ നിപ്പ വൈറസിന്റെ സാന്നിധ്യം ബാറ്റ്സിൽ കണ്ടെത്തിയിരുന്നു. അപ്പോൾ എവിടെ വേണമെങ്കിലും ഇതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇത് അതിന്റെ മറ്റൊരു ഘടകമായിട്ട് നമുക്ക് പറയാവുന്നത്. ഒരു നിമിഷം ഞാൻ ഒരു വാർത്തയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. കോഴിക്കോട് 3 പേർക്ക് ഷിഗല്ല എന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ പറഞ്ഞത് തെറ്റെന്ന് കോഴിക്കോട് ജില്ലാ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നു. കോഴിക്കോട് നിലവിൽ ഷിഗല്ല കേസുകളില്ല. ഈ മാസം 12 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാവരും ആശുപത്രി വിട്ടെന്നും ജില്ലാ ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. അതേസമയം വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് പുനെയിൽ നിന്നുള്ള റിപ്പോർട്ടിലെ വിവരങ്ങൾ കളക്ടർ പങ്കുവച്ചത് എന്നാണ് ആരോഗ്യമന്ത്രി K. മുരളീധരൻ പറഞ്ഞത്. ജില്ലാ കളക്ടറുമായി ആശയക്കുഴപ്പം ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് കിട്ടുമ്പോൾ കളക്ടർ മന്ത്രിയെ അറിയിക്കേണ്ടതാണ്. കളക്ടർക്ക് പരിചയക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. ബൈറ്റ് കേൾക്കാം. ഇല്ല, അതിൽ ഒരാശയക്കുഴപ്പത്തിനും അടിസ്ഥാനമില്ല. ആവശ്യമില്ലാതെ ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്. കാരണം ഒരു മന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ ആധികാരികമായ വിവരം കിട്ടിയാൽ മാത്രമേ അത് പറയാൻ പാടുള്ളൂ. ഞാൻ പത്രസമ്മേളനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴാണ് കലക്ടർ മെസ്സേജ് വന്നത്, ഇങ്ങനെ നിപ സ്ഥിരീകരിച്ചു. അതിലൊരു ഗ്യാപ്പ് വന്നു. പിന്നെ കലക്ടർക്ക് ഒരു പുതിയ കലക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇത് മന്ത്രിയെ അറിയിച്ചിട്ട് വേണം അത് പുറത്ത് പറയാമെന്നുള്ളത് അവർ ഓർത്തില്ല. അപ്പോൾ അതിൽ എന്താ പറയേണ്ട, എനിക്ക് പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് നിപ സ്ഥിരീകരിച്ചിട്ടില്ല. അവിടുന്ന് റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വന്നാലേ എനിക്ക് പറയാൻ പറ്റും. എനിക്ക് മെസ്സേജ് കിട്ടുന്ന 6 മണിക്കാണ്. 6 മണിക്ക് കിട്ടിയാൽ എനിക്ക് 5:30 പത്രസമ്മേളനത്തിന് പറയാൻ പറ്റുമോ? ഇത് നിപ സ്ഥിരീകരിച്ചു എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറയുക? ശ്രീമതി വീണ ജോർജ്, ഈ പുതിയ ആരോഗ്യമന്ത്രിയുടെ
ഒരു ആശയക്കുഴപ്പത്തെക്കുറിച്ച് ഉള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇങ്ങനൊരു ആശയക്കുഴപ്പത്തിന് സാധ്യതയുണ്ടോ? ഇതിനെ എങ്ങനെയാണ് കാണുന്നത് മുൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ? ഈ പ്രത്യേക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഉള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല. മുൻകാലങ്ങളുടെ കാര്യം ഞാൻ പറയാം. മുൻകാലങ്ങളിൽ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 2021-22 കാലഘട്ടങ്ങളിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ തന്നെ നിപ്പ വൈറസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഡെവലപ്പ് ചെയ്തത്. അതായത് ഇവിടുന്ന് ഒരാൾ സസ്പെക്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് സാമ്പിൾ എടുത്ത് പൂനെയിലേക്ക് അയച്ച് അവിടെ നിന്ന് വരുന്നത് വരെയുള്ള മണിക്കൂറുകളുടെ കാത്തിരിപ്പുണ്ട്. അതിലൊരു കാര്യം കൂടിയുണ്ട്. കോഴിക്കോട് നിന്ന് ഒരു എയർലൈൻസും ഈ സാമ്പിൾ കൊണ്ടുപോകാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോഴും അത് ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ കൊച്ചിയിൽ നിന്ന് ചില എയർലൈൻസ് അതിന് തയ്യാറാകുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത്ര മണിക്കൂറുകൾ നമുക്ക് നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെ ഇത് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകി. അങ്ങനെ കോഴിക്കോടും മലപ്പുറത്തും ഉൾപ്പെടെ നിപ്പ RT-PCR ചെയ്ത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോൾ അത് അങ്ങനെയാണ് ഈ കേസിലും RT-PCR നടത്തി അത് കണ്ടുപിടിച്ചത്. അപ്പോൾ മറ്റേതൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. ഒരു മെഡിക്കോ ലീഗൽ കേസ് എന്നുള്ള നിലയിൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ലീഗൽ കോംപ്ലിക്കേഷൻ വന്നാൽ ഇത് കേന്ദ്രത്തിൻ്റെ മാനദണ്ഡമാണ്. ആ കേന്ദ്രത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് അവിടെ സ്ഥിരീകരിക്കണം. പൂനെ NIV-യിൽ അവിടെ പരിശോധിച്ച് അത് സ്ഥിരീകരിക്കണമെന്ന്. അതൊരു സർട്ടിഫിക്കറ്റിൻ്റെ വിഷയം മാത്രമാണ്. കാരണം അതിനു മുൻപ് തന്നെ നമുക്ക് ഇത് ഇവിടെ സ്ഥിരീകരിച്ച് RT-PCR-ൽ അത് നടത്തി കോഴിക്കോടിലെ മൈക്രോബയോളജി ലാബ് എക്സലൻ്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന, അവിടെ ഡോക്ടർ അനിതയുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ലാബാണ്. ഇന്ത്യയിലെ 10 ലാബുകളിൽ ഒന്നാണ്. ആ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിഷയം ഞങ്ങൾ മുൻകാലങ്ങളിൽ ഞാൻ 5 വർഷത്തെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഒരു അതിൽ നമ്മൾ പ്രവർത്തിച്ചത് ഒരു രീതി തുടർച്ചയായിട്ട് അതിലുള്ളൊരു ഫോളോ അപ്പ് ഉണ്ടാകുമായിരുന്നു. അത് എങ്ങനെ എന്നുള്ളത് സംബന്ധിച്ച് ഓരോ നിമിഷവും ഓരോ മിനിറ്റും എന്നുള്ള നിലയിൽ അതൊരു ടീമിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു വിഷയത്തിൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതുമായി സംബന്ധിച്ച് ഇപ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ഒരു ഘട്ടമല്ല. ഒരു പകർച്ചവ്യാധി, അതും ഹൈ മോർട്ടാലിറ്റിയുള്ള, മരണനിരക്ക് ഉയർന്ന മരണനിരക്കുള്ള 90% മുകളിൽ മരണനിരക്കുള്ള ഒരു പകർച്ചവ്യാധി ഒരു കേസ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല ഷിഗല്ല കേസുകൾ എത്ര കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ വിമർശനങ്ങളുണ്ട്. പക്ഷേ ആ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ഒരു സമയം ഇതല്ല എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിസ്സഹായരായി പോകുന്ന ജനങ്ങൾ അവർ നിസ്സഹായരായി പോകാൻ പാടില്ല. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. വിമർശനങ്ങൾ പറയാനുള്ളൊരു സമയമല്ല ഇത് എന്നുള്ളത്. പക്ഷേ ശ്രീമതി വീണ ജോർജ് ഈ വിമർശനങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുക പറഞ്ഞുകൊണ്ട് ചോദിക്കുക കേട്ടോ. കാരണം ശ്രീമതി വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ ഒരുപാട് വിമർശനങ്ങൾ വ്യക്തിപരമായി തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഉള്ള ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രോഗബാധ, ഇത്തരത്തിലുള്ള പകർച്ചവ്യാധി, നിപ്പ, അത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെ വ്യക്തിപരമായി ഈ പറയുന്ന നിലവിലെ മന്ത്രിമാരടക്കമുള്ളവർ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ട് ചില പരാമർശങ്ങളൊക്കെ അന്ന് നടത്തി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നേരെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എന്തു തോന്നുന്നു പഴയ ആരോഗ്യമന്ത്രിക്ക്? വ്യക്തിപരമായി പറഞ്ഞാൽ വിമർശനവുമുണ്ട്, വേട്ടയാടലുമുണ്ട്. രണ്ടാമത്തേതിന് വിധേയമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വേട്ടയാടൽ, അതെ. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം തീർത്തും ഇപ്പോൾ ഞാനതിനെക്കുറിച്ച് പക്ഷെ ഒരു ഘട്ടത്തിൽ ഞാനത് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അതൊരു വലിയ ട്രോമ തന്നെ. ഒരു 5 വർഷം തുടർച്ചയായിട്ട് സൈബർ ഇടത്തിൽ അല്ലാതെ പൊതുവിടങ്ങളിൽ ഒരാവശ്യമില്ലാതെ ഒരടിസ്ഥാനമില്ലാതെ ആക്രമണങ്ങൾ, വേട്ടയാടൽ നടത്തിയതിലുള്ള ഒരു ട്രോമ, അത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു മനുഷ്യജീവി എന്നുള്ള നിലയിൽ അതിപ്പോഴും അതിൽ നിന്ന് മുക്തമായിട്ടില്ല. അത്ര ക്രൂരമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, ഈ സമയത്ത് ശരിയും തെറ്റും കാലം തീരുമാനിക്കും, കാലം തെളിയിക്കും, അതിലൊരു സംശയമില്ല. ഈ ഘട്ടം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്ന ഒരു ഘട്ടമാണ്. ഇവിടെ നമ്മുടെ ലക്ഷ്യം മരണനിരക്ക് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്, മരണങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഘട്ടത്തിൽ അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. കാലം തെളിയിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു മുൻ മാധ്യമപ്രവർത്തകയായി പോയത് കൊണ്ടാണോ വേട്ടയാടൽ ഒരു പരിധി വരെ കൂടിപ്പോയത്?
വളരെ വിശദമായി ഇതിനെക്കുറിച്ച് ഒരു ഘട്ടത്തിൽ സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അത് ഓരോ സംഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ 5 വർഷത്തെ അനുഭവങ്ങൾ ഓരോന്നും സംസാരിക്കണമെന്ന് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഘട്ടത്തിൽ നമുക്ക് സംസാരിക്കാം. ഈ ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ പകർച്ചവ്യാധികളെ സംബന്ധിച്ചിടത്തോളം നിപ്പയും മറ്റ് ഷിഗല്ല ഒരു കമ്മ്യൂണിറ്റി ഒരു സാമൂഹിക വ്യാപനം എന്നൊക്കെ ഉള്ളൊരു തോതിൽ ഇത്രയും അധികം കേസുകൾ വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ, കോമോബിഡിറ്റി, ഗർഭിണികളായിട്ടുള്ളവർ, കോമോബിഡിറ്റീസ് ഉള്ളവർ, അവർക്കത് ഗുരുതരം. അതുപോലെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നുണ്ട് സംസ്ഥാനത്ത്. അപ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പനി വന്നു പോകും. പക്ഷേ മറ്റു രോഗങ്ങളുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും ഒക്കെ കോവിഡ് കേസസും വളരെ നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടതായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ജോഷി പറഞ്ഞതുപോലെ ഡെങ്കി പനി, അതോടൊപ്പം തന്നെ നമ്മുടെ എലിപ്പനി വളരെ ശ്രദ്ധയോടെ വളരെ ജാഗ്രതയോടുകൂടി കൃത്യമായിട്ടുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടത്തി പോകേണ്ട ഒരു ഘട്ടമാണ് ഇത്. അതല്ലെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകും. അപ്പോൾ കൃത്യമായ പ്രതിരോധം, കൃത്യമായ മുൻകരുതലുകൾ, സ്വയം ചികിത്സ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ എലിപ്പനിയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്നാണ് പണ്ടൊരു 7 ദിവസത്തെ ഒരു ഇതിലൊക്കെയാണ് ഇത് പ്രോഗ്രസ് ചെയ്യുക. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഒരു 3-4 ഒക്കെ ദിവസം കഴിയുമ്പോൾ എലിപ്പനി കൊണ്ട് മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും എലിപ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് പറയും ഹൈ റിസ്ക് ഉള്ളവർ. ഹൈ റിസ്ക് എന്ന് പറയുമ്പോൾ മണ്ണുമായിട്ട് കർഷകർ, തൊഴിലാളികൾ. ഇനി വേണ്ട, നമ്മൾ വീട്ടിലൊരു ചെടി കുഴിച്ചു, അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ട്. മുറ്റത്ത് ചെടി കുഴിച്ചു വെച്ചതാണ്, പക്ഷെ അവിടെ എലിയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രശ്നങ്ങളുള്ള എലിയുള്ള ഇടമായിരുന്നു. ഒരു വീട്ടമ്മ മരിക്കുന്ന സാഹചര്യം. ശ്രീമതി വീണ ജോർജാണ് മുൻ ആരോഗ്യമന്ത്രി. ഇപ്പോൾ ഇത് സംബന്ധിച്ച് വിശദമായി തന്നെ സംസാരിച്ചത്. എന്തായാലും നിപ്പ രോഗവ്യാപന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. കാരണം ഈ വവ്വാലുകളിൽ നിന്നാണ് ഇത് പടരുന്നത്. അതുകൊണ്ട് തന്നെ അവയെ പ്രകോപിപ്പിക്കാതിരിക്കുക. കാരണം രോഗവ്യാപനം, അവയുടെ പ്രജനനകാലമാണ്, രോഗവ്യാപന സാധ്യത കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വവ്വാലുകൾ കൂട്ടത്തോടെ കാണുന്ന സമയങ്ങളിലൊക്കെ തന്നെ പാട്ടകൊട്ടിയോ തീ കത്തിച്ചോ കല്ലെറിഞ്ഞോ ഒക്കെ അതിനെ പ്രകോപിപ്പിക്കാതിരിക്കുക. ഈ പനിക്കാലമാണ്, മഴക്കാലമാണ്, നമ്മൾ കുറച്ചുകൂടി ജാഗരൂകരായിരിക്കുക. ഓരോ വ്യക്തിയും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ ഈ പനിക്കാലത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയൂ എന്ന് തന്നെയാണ് മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞത്.